ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അനു. ഞാൻ പള്ളൂരുത്തിൽ നിന്ന് വരുന്നു. സെൻറ്റ് ലോറൻസ് ഇടവകയാണ് എൻ്റെ ഇടവക. മാർച്ച് 8-ാം തീയതി എൻ്റെ മകന് ജൂഡിന് ഒരു പനി ഉണ്ടാവുകയും സാധാരണ പനിയൊക്കെ വരാറുണ്ട്, അതുപോലെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 9-ാം തീയതി ആയപ്പോഴത്തേക്കും പനിയുടെ ഇത് കൂടുകയും ഞങ്ങൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും അവർ പനിക്കുള്ള മരുന്നും ഛർദിലിൻ്റെ മരുന്നും അവർ തന്ന് ഞങ്ങളെ തിരിച്ചു വിട്ട്. പക്ഷേ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവന് പനി ഭയങ്കരമായിട്ട് കൂടുകയും നെഞ്ചുവേദനയും വയറുവേദനയും ചുമയും കൂടുകയും ഓരോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഒരുപാട് വർദ്ധിക്കുകയാണ് ചെയ്തത്. 10-ാം തീയതി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഞായറാഴ്ച ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, രാത്രി ഒരു 11:30-12 മണിയായപ്പോഴത്തേക്കും പിന്നെയും എറണാകുളം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും അവർ പറഞ്ഞ് എക്സ്റേയും അതുപോലെ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തപ്പോഴത്തേക്കും കൊച്ചിന് ബ്ലഡിന് ഇൻഫെക്ഷൻ ആണെന്നും നമുക്ക് പീഡിയാട്രിക്കിനെയും സർജനെയും കണ്ടപ്പോഴത്തേക്കും അവർ 100% പറയണത് കൊച്ചിന് അപ്പൻഡിക്സ് ആണെന്നും സർജറി വേണമെന്നും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്നെങ്കിൽ കളമശ്ശേരിയിലോട്ടും അല്ലെങ്കിൽ കോട്ടയത്തോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ അൾട്രാസൗണ്ട്, വയറിന് അൾട്രാസൗണ്ട് ഇല്ലാത്തത് കൊണ്ടിട്ട്, സ്കാൻ ഇല്ലാത്തത് കൊണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യണമെന്നും പറഞ്ഞു. ഒരു പനിയാണെന്നും പറഞ്ഞ് ഞങ്ങൾ ചെന്നതായിരുന്നു. പക്ഷേ അത് ഇത്രയും വലിയ കാര്യമാകുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഞാൻ അപ്പം തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് ഞങ്ങൾ കൊണ്ടുപോവുകയും അവിടെ അൾട്രാസൗണ്ടിൻ്റെ സ്കാൻ ചെയ്യുകയും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയെ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ അൾട്രാസൗണ്ടിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും കൊച്ചിന് യാതൊരുവിധ കുഴപ്പമില്ലെന്ന് കണ്ട്. പക്ഷേ ബ്ലഡിന് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടിട്ട് 7 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്ത് രാവിലെയും വൈകുന്നേരവും ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് പനിയൊക്കെ മാറി നന്നായിട്ട്, നേരത്തേനേക്കാളും നന്നായിട്ട് കൊച്ചു നടക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർമാർ നമ്മളോടൊന്നും വേറെ ഒന്നും പറഞ്ഞിരുന്നില്ല. അസിസ്റ്റന്റ്മാർ വന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ കേൾക്കണത് കൊച്ചിന് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ന്യൂമോണിയ ആണെന്ന്. പിന്നെ ശ്വാസകോശത്തിൽ കഫം തിങ്ങി നിൽക്കുന്നത് കൊണ്ടിട്ട് നന്നായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യം കൊച്ചിനെ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും ESR 70-ന് മുകളിലായിരുന്നു. ശരിക്കും ESR ഉണ്ടായിരിക്കേണ്ടത് 0 തൊട്ട് 15 വരെ പാടുള്ളൂ. പക്ഷേ കൊച്ചിന് 70-ന് മേലെയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് 90-ന് മേലെയായത്. ഇവർക്ക് ESR കൂടുതലായത് കൊണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന്, എന്താണ് രോഗമെന്ന് പറയാനായിട്ട് അറിയാൻ പാടില്ല. അപ്പം പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞ് നമുക്ക് TBയുടെ ടെസ്റ്റ് നടത്തണം. അതിനായിട്ട് നമുക്ക് രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ചാർജറിൻ്റെ പോലത്തെ വയറിൻ്റെ ആ ഒരു ട്യൂബ് കൊച്ചിൻ്റെ മൂക്കിൽ കൂടി ഇറക്കിയിട്ട് വയറിൽ വരെ അത് നിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കുമാണ് അവരത് എടുക്കണതെന്ന് പറഞ്ഞ് കൊച്ചിന് മൂക്കിൽ കൂടി ആ ട്യൂബ് ഇട്ടിട്ട് രാത്രി വരെ അവനത് വെച്ചിട്ട് കിടന്ന്. പക്ഷേ അപ്പോഴും നേഴ്സുമാർ വന്ന് പറഞ്ഞ് കൊച്ചുങ്ങൾ ഈ മൂക്കിൽ കൂടി ഇത് ഇട്ടേക്കണം കൊണ്ടിട്ട് കിടക്കൂല, ചിലപ്പോൾ പാതിരാത്രി ആകുമ്പോഴത്തേക്കും അത് തട്ടിക്കളയും, അപ്പം അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് മിക്ക പിള്ളേരും അങ്ങനെ തന്നെ ചെയ്യണേന്ന് പറഞ്ഞ് ഒരു വെളുപ്പിനെ ഒരു 5 മണി വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാനൊന്ന് കണ്ണടച്ച് കണ്ണ് തുറന്നപ്പോഴത്തേക്കും കൊച്ചിൻ്റെ മൂക്കിൽ അത് കാണാനില്ല. നോക്കുമ്പോഴത്തേക്കും പുതപ്പിൽ വന്ന് കിടക്കണ്. പിറ്റേന്ന് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞ് നമുക്ക് ഒന്നും കൂടി അതിടണം. അവരപ്പം തന്നെ അതെടുത്ത് ഞാൻ എടുക്കുമ്പോഴത്തേക്കും കാണുന്നത് ട്യൂബിൽ ചോരയാണ് കാണുന്നത്. എനിക്ക് എന്തെന്നറിയാൻ പാടില്ല, എൻ്റെ ജീവിതവും അതുപോലെ തന്നെ ഞങ്ങളുടെ സാഹചര്യങ്ങളും മറിയണേള്ളാന്ന് തോന്നി. അപ്പോഴത്തേക്കും പിന്നെ വന്നിട്ട് പറഞ്ഞ് ഇത് ആദ്യത്തെ ടെസ്റ്റിൻ്റെ സാമ്പിളാണ്, നമുക്ക് 2 സാമ്പിൾ വേണം ടെസ്റ്റിന്, ഒന്നും കൂടി ഇടണം. പിറ്റേ ദിവസം രാത്രി
ഇതേപോലെ ഒന്നും കൂടി ഇട്ടിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് എടുക്കണമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞ് നമ്മൾ ഉറങ്ങരുത്, ഉറങ്ങാതെ നമുക്കിരിക്കണം, അല്ലെങ്കിൽ ഇത് പിന്നെയും തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പിറ്റേ ദിവസം പിന്നെയും കൊണ്ട് ഇടേണ്ടി വരും, അതുകൊണ്ട് ഉറങ്ങാതെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2 കൊല്ലമായിട്ട് ഇവിടെ അഖണ്ഡ ജപമാലയ്ക്ക് വന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പം എനിക്ക് അഖണ്ഡ ജപമാലയിൽ വെച്ചിട്ട് ഒരു ചേച്ചി നിയോഗ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് ഓടിപ്പോയി അവിടെ നിന്ന് വാങ്ങിച്ച് എൻ്റെ കയ്യിൽ ആ പ്രാർത്ഥന കയ്യിലുണ്ടായിരുന്നു. ഞാനത് 9 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കൃപാസന പേപ്പറും വെച്ച് പ്രാർത്ഥിച്ച് നിന്ന് പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് കൊച്ചിന് TBയുടെ റിസൾട്ടിൽ ആദ്യത്തെ റിസൾട്ട് കിട്ടി, അത് നെഗറ്റീവാണ്, അതുകൊണ്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ മാർച്ച് 11-നാണ് അവിടെ അഡ്മിറ്റ് ചെയ്തത്. 18-ാം തീയതി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് പോണേണ്. 10 ദിവസം കഴിഞ്ഞ് കൊച്ചിനെയും കൊണ്ടുവന്ന് ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. അതായത് 28-ാം തീയതി, മാർച്ച് 28-ാം തീയതി പെസഹ വ്യാഴാഴ്ചയാണ്. ഞങ്ങൾ വേറെ കുഴപ്പമൊന്നുമില്ല, ആദ്യത്തെ ടെസ്റ്റ് നെഗറ്റീവാണ്, അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, ഇനിയും ചെല്ലാം എന്നും പറഞ്ഞ് ഞങ്ങൾ ഇവനെയും കൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ ഞങ്ങളോട് പറയുന്നത് 2ാമത്തെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്ന് അത് പോസിറ്റീവാണ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇവർ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുള്ള. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ച് ഡോക്ടറിനെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് കൊച്ചിന് കഴുത്തിൽ കഴലകളുണ്ട്, അതുകൊണ്ട് നമുക്ക് പിന്നീട് ഇത് കുത്തി പരിശോധിക്കേണ്ടി വരും എന്നുള്ള രീതിയിലും പറഞ്ഞ് ആകെ വല്ലാത്തൊരവസ്ഥ. ഞങ്ങൾ പെസഹ വ്യാഴാഴ്ച, അപ്പോൾ എനിക്ക് എല്ലാ കൊല്ലവും പെസഹ വ്യാഴാഴ്ച എന്തെങ്കിലും ഒരു സങ്കടം ദൈവം തരും. അത് വീട്ടിലാണ് പൊതുവേ ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം ആദ്യമായിട്ടാണ്. ഞങ്ങൾ സങ്കടത്തോടെ വന്ന് ഞാൻ അപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്കും എൻ്റെ പാനിയൊക്കെ എല്ലാം ചീത്തായി പോണേണ്. കാരണം എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിനെയും കൊണ്ട് പുറത്തോട്ട് പോകരുത്, ആളുകൾ കൂടി നിൽക്കുന്നിടത്തൊന്നും നിൽക്കരുത്. ഞാൻ പെസഹ വ്യാഴാഴ്ച ചെന്ന് അത് കഴിഞ്ഞ് ദുഃഖ വെള്ളിയാഴ്ച നഗരി കാണിക്കലിന് ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇടവകയിലുള്ള നഗരി കാണിക്കാൻ വേണ്ടി രൂപം പുറത്തോട്ട് ഇറക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് വഴിയിലൂടെയൊക്കെ നടന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് നിൽക്കണമായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ മുമ്പിൽ അമ്മമാരെല്ലാവരും പിള്ളേരെയും കൊണ്ട് പള്ളിയിലോട്ട് വന്നതാണ് കണ്ടത്. ഞാൻ നെഞ്ചു പൊട്ടി തകർന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഈശോയെ എനിക്ക് എൻ്റെ മകനെയും കൊണ്ട് വന്ന് എനിക്കിങ്ങോട്ട് വരാനായിട്ട് പറ്റണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ച്. അപ്പോൾ എൻ്റെ ചേച്ചി അയർലൻഡിലെ നേഴ്സാണ്. അവൾ പറഞ്ഞ് നമുക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ പെട്ടെന്ന് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് പെട്ടെന്ന് നീ എനിക്ക് കാണിച്ചു തന്നോ എന്ന് പറഞ്ഞ് ഞങ്ങളപ്പം തന്നെ ചെയ്ത് ശരിക്കും 12 മണിക്ക് ദുഃഖ വെള്ളിയാഴ്ച 12 മണിക്ക് ഞങ്ങൾ ചെയ്ത ടെസ്റ്റിൻ്റെ റിസൾട്ട് 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാക്സിമം വൈകുന്ന ടെസ്റ്റാണ്. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ നഗര കാണിക്കൽ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്ന് ഞങ്ങൾ വീട്ടിലോട്ട് കയറി സെൻറ്റ് ജൂഡ് പുണ്യാളനോടൊക്കെ പ്രാർത്ഥിച്ച് എല്ലാവരോടും, വേളാങ്കണ്ണി മാതാവിനോടും സെൻറ്റ് ലോറൻസ് പുണ്യാളനോടും എല്ലാവരുടെയും മധ്യസ്ഥയിൽ തേടി കൃപാസന മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞ് കൊച്ചിന് അസുഖം മാറണമെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്ന് അങ്ങനെ നിൽക്കണ സമയത്ത് 2 ദിവസം വൈകണ റിസൾട്ട് ഞങ്ങൾ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും റിസൾട്ട് വന്ന് അവളത് കണ്ട് നേഴ്സായിട്ടുള്ള എൻ്റെ ചേച്ചി അത് കണ്ടിട്ട് പറഞ്ഞ് എടി ഇവനൊരു കുഴപ്പവും ഇല്ല, കഴലയുടെ കാര്യങ്ങൾ ഒന്നുമില്ല എന്നാണ് കാണിക്കണത്. TBയുടെ ആണെങ്കിലും ആദ്യത്തെ ടെസ്റ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് അംഗീകരിക്കുകയുള്ളൂ. 2ാമത്തെ ടെസ്റ്റിൻ്റെത് സാധാരണ ഇവിടെയുള്ള ആര് പരിശോധിച്ചാലും അവർക്ക് എല്ലാവർക്കും പോസിറ്റീവ് എന്നേ കാണിക്കുകയുള്ളൂ, അത് നിരോധിക്കപ്പെട്ട ടെസ്റ്റാണ് എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും ഞങ്ങൾ നിനക്ക് വേണമെങ്കിൽ ഒന്ന് TB ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറിനെ ഒന്ന് ചെന്ന് വെറുതെ കണ്ടേക്കെന്ന് പറഞ്ഞ് അവരതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് ഇവന് യാതൊരുവിധ കുഴപ്പവുമില്ല, ഒരു ലക്ഷണവും കാണിക്കണില്ല. ലക്ഷണമുള്ളൊരു കൊച്ചായിരുന്നെങ്കിൽ നമുക്കത് പറയാം, യാതൊന്നുമില്ല. പിന്നെ ശ്വാസകോശത്തിൻ്റെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അത്രയും നാൾ കഫം കെട്ടി തിങ്ങി നിന്നേച്ച ശ്വാസകോശം പോലും ക്ലിയർ ആയിട്ട് ഒരടയാളം പോലും ഇല്ലാതെ ഡോക്ടർമാർക്ക് പോലും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരത്ഭുതം അവിടെ പ്രവർത്തിക്കണേണ്. അപ്പോഴത്തേക്കും ഞങ്ങളിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. അപ്പോൾ ഭർത്താവിനാണെങ്കിൽ 7 മാസമായിട്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആകെ ഒരു വരുമാനമായിരുന്നു നിലച്ചത്. എനിക്കാണെങ്കിലും ഞാൻ M.Com വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ്. കൊച്ചിനെ ആരുടെ അടുത്താക്കും, ജോലിക്ക് ഞാൻ എങ്ങനെ പോകും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇത്രയും നാൾ നിന്നത്. പെട്ടെന്നൊരു പ്രതിസന്ധി വന്നപ്പോഴത്തേക്കും ഒന്നുമില്ല. അപ്പോൾ കൊച്ചിന് ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ്
പെസഹ വ്യാഴാഴ്ച ഞാൻ പറഞ്ഞ് ചേട്ടെ, പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും സങ്കടത്തിൻ്റെ ദിവസമാണ്. ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അതെല്ലാവർക്കും സന്തോഷമുള്ളതല്ലേ, നമുക്കും അതുപോലെ തന്നെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞ് കറക്റ്റ് പറഞ്ഞതുപോലെ തന്നെ ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾ TB ഹോസ്പിറ്റലിൽ ചെല്ലണത്. ഡോക്ടർ പറഞ്ഞ് യാതൊരുവിധ കുഴപ്പവുമില്ല, ശ്വാസകോശത്തിലാണെങ്കിലും കഴലയിലാണെങ്കിലും TBയുടെ ആണെങ്കിലും യാതൊരുവിധ കുഴപ്പവുമില്ല, കൊച്ച് പെർഫെക്റ്റായിട്ട് ഓക്കെയാണ്, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് ഈസ്റ്റർ ഞങ്ങൾക്ക് എല്ലാവരുടെയും പോലെ തന്നെ സന്തോഷമുള്ളതാക്കി തന്ന് മാതാവ്. ഞങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാനിവിടെ വന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിൽ ആ സമയത്തുള്ളത് വെറും 500 രൂപ മാത്രമായിരുന്നു. ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞാനിവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും സിസ്റ്റർ പറഞ്ഞു, ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്താലേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു സങ്കടം പോലെ, കാരണം ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. സാക്ഷ്യം പറയണമെങ്കിൽ ഞാനിത് രോഗം മാറിക്കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. പക്ഷേ ഞാനിവിടെ നിന്ന് പോയപ്പോഴത്തേക്കും ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുമ്പസാരിച്ചിട്ട് മാത്രമേ ഞാൻ ഉടമ്പടി എടുക്കുകയുള്ളൂ എന്നുള്ളത്. ഞാനിവിടെ നിന്ന് നോക്കി, പക്ഷേ കുമ്പസാരിക്കാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ നിന്ന് തിരിച്ചു പോകണേണ്. അപ്പം ഞാൻ ഓർക്കണേണ്, മാതാവേ ഞാനിനി എങ്ങനെ ഉടമ്പടി എടുക്കും, ഞാൻ ആരുടെ കൂടെ വരും, എനിക്ക് അറിയാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കണമായിരുന്നു. ഒരു കാരണം എല്ലാത്തിനും തടസ്സം, അതായത് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം എന്നുള്ളൊരു ഇത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒരു മുട്ടും വരുത്തിയിട്ടില്ല മാതാവ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വഴിയായിട്ട് ഞങ്ങൾക്ക് സഹായങ്ങൾ എത്തണം, എല്ലാം കൊണ്ടും ഞങ്ങൾ ഇതായിട്ട് നിൽക്കണം. പക്ഷേ ജോലിയില്ല, ഒന്നുമില്ല, ആകെ ഭർത്താവിനാണെങ്കിലും വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ആദ്യം എനിക്ക് ഉടമ്പടി എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കാണുകയും അതുവഴി എനിക്ക് ധൈര്യം കിട്ടുകയും ഞാനെന്നാൽ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിക്കുകയും, പക്ഷേ എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ ഭാര്യ വല്യമ്മച്ചി വന്നിട്ട് പറഞ്ഞ് നമുക്ക് ഉടമ്പടി എടുക്കാം, നീ ഞങ്ങളുടെ കൂടെ പോകണ്ടാന്ന് ചോദിച്ചു. അത് രാത്രി ഒരു 10 മണിയായപ്പോഴത്തേക്കാണ് ഒരു ദിവസം പറയണത്. അപ്പോഴും ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി ഞാൻ കുമ്പസാരിച്ചിട്ടില്ല, ഞാൻ കുമ്പസാരിക്കണം, എനിക്ക് കുമ്പസാരിച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് പിറ്റേ ആൻറ്റി അപ്പം ആ സമയത്ത് വന്ന്, പിന്നെ ആൻറ്റിയുടെ ഒരു കാര്യം നടന്ന്, അപ്പോൾ ആൻറ്റി അതിന് സാക്ഷ്യം പറയാൻ പോകാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്കും എന്നെയും കൂടെ കൂട്ടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അപ്പം തന്നെ കുമ്പസാരിച്ച് ആൻറ്റിയുടെ കൂടെ ഞാനിവിടെ വന്ന്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റായിരുന്നു എനിക്കത്. ഞാനിവിടെ വന്ന് ഉപവാസം എടുത്തിട്ടാണ്, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഉപവാസം എടുത്തിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ഇവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അച്ഛൻ്റെ എങ്ങനെയായിരിക്കണം ഉടമ്പടി എന്നുള്ളത് അച്ഛൻ്റെ ഇത് ഞാനവിടെ TV കാണണേണ്. അപ്പം അച്ഛൻ അവിടെ നിന്ന് പറയണേണ്, ഉടമ്പടി എടുത്ത ആൾക്കാരും എല്ലാവരും സാക്ഷ്യം പറയാൻ വേണ്ടി വരണം. ഇപ്പോൾ ഉടമ്പടി എടുത്ത ആൾക്കാർ വന്നിട്ട് സാക്ഷ്യം പറയുമ്പോഴത്തേക്കും ഒരാൾ വന്ന് ഇവിടെ നിൽക്കുന്നതാണ്, ആ കൂട്ടത്തിൽ തന്നെ 120ാമത്തെ നമ്പറിൻ്റെ ആളും സാക്ഷ്യം പറയാൻ നിൽക്കുന്നു എന്നുള്ളൊരു ഇത് കേട്ട് എൻ്റെ നമ്പർ 120ആണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ നമ്പർ 120 എന്നുള്ളൊരു ഇത് എനിക്ക് പെട്ടെന്ന് വന്നു. അതുമാത്രമല്ല, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മെയ് 23-ാം തീയതി ഉടമ്പടി എടുത്തതിൻ്റെ 2024 മെയ് 23-ാം തീയതി ഉടമ്പടി എടുത്തതിൻ്റെ വീഡിയോ യൂട്യൂബിൽ നോക്കുമ്പോഴത്തേക്കും 1 മണിക്കൂർ 35 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും സിസ്റ്റർ അവിടെ നിന്ന്, ഞാൻ പുറകിലാണ് നിന്നേച്ചത്, എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് സിസ്റ്റർ മാതാവിൻ്റെ അടുത്തോട്ട് നടുക്കോട്ട് നിർത്തണേണ്. അതായത് ഞാനും മാതാവും മുഖത്തോട് മുഖം വന്ന രീതിയിൽ നിർത്തി. അപ്പോഴത്തേക്കും എനിക്കൊരു പോസിറ്റീവായിട്ട് കിട്ടി. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത്ര ഇതായിട്ട് നിൽക്കണമായിരുന്നു. ഞാൻ 6 നിയോഗം വെച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഞാൻ പള്ളുരുത്തിയിൽ നിന്ന് തന്നെയാണ്. ഞാൻ 5:45 വെളുപ്പിനെ 5:45 ബസ്സിനാണ് കയറിയത്. പക്ഷേ എനിക്ക് ഇവിടെ എത്തിയത് ഞാൻ 8:15 കഴിഞ്ഞപ്പോഴാണ്. അത്രയും തടസ്സമായിരുന്നു, എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റണില്ല. വണ്ടിയാണെങ്കിൽ പോണുമില്ല. അപ്പം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ വല്യമ്മച്ചി പറഞ്ഞ്, നമുക്ക് കൊന്ത ചെല്ലാൻ മോനെ, അപ്പം എല്ലാ തടസ്സവും മാറും. വണ്ടിയിലിരിക്കുന്നവരൊക്കെ പറയാൻ തുടങ്ങി, എന്താ ഇത്ര തടസ്സം എന്നുള്ളത്. അപ്പം ഞാൻ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ആൻറ്റി എന്നെ കൂട്ടിയത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഇത്രയും തടസ്സം വന്നത്, ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ ഞാൻ കൂടെ ഉള്ളത് കൊണ്ടിട്ടാണെന്നുള്ളത്. അപ്പം ആൻറ്റി പറഞ്ഞ്, എന്താണെങ്കിലും നമുക്ക് ഈ തടസ്സമൊക്കെ മാറണം, നീ ഒരു കാര്യം ചെയ്യ്, കൊന്ത ചെല്ലാൻ തുടങ്ങുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കണ നേരത്ത് തന്നെ വണ്ടി പതുക്കെ നീങ്ങണേണ്. ഞാനിവിടെ വന്ന്
ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ എല്ലാവരും പറയണ കേൾക്കാം, ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാതാവ് കൂടെ വരും, അത്ഭുതങ്ങളുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലോട്ട് ചെല്ലണത് ഞങ്ങളുടെ ആ ഒരു പ്രദേശം മൊത്തം കറണ്ട് ഇല്ലാത്തൊരു സമയത്താണ് ചെല്ലണത്. ഇരുട്ടത്താണ് ഞാൻ മാതാവിനെയായിട്ട് വീട്ടിലോട്ട് ചെല്ലണത്. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഞാൻ എങ്ങനെ ഈ ഇരുട്ടത്ത് വെച്ചിട്ട് മാതാവിനെ ഇന്ന് പ്രാർത്ഥന ചെല്ലും എന്നിങ്ങനെ ഓർത്ത്, പെട്ടെന്ന് വെള്ളമൊന്നുമില്ല, മോട്ടറും ഇല്ല, എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. ഞാൻ ഓർത്ത് എന്തായാലും കുഴപ്പമില്ല, ഞാൻ എന്താണെങ്കിലും ഉടമ്പടിയുടെ പ്രാർത്ഥന തുടങ്ങാൻ പോണേണെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പം തന്നെ വീട്ടിൽ കരണ്ട് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാന പൈസക്ക് ഞങ്ങൾ ഈ കൃപാസനത്തിലെ പേപ്പർ കൊടുക്കണം. എനിക്ക് യാത്ര ചെയ്യാനുള്ള പൈസ പോലുമില്ല. അങ്ങനെയുള്ള സമയത്താണ് ഒരു മാമോദിസ വരികയും ഞങ്ങൾ പള്ളുരുത്തിയിൽ നിന്ന് വൈപ്പിലാണ് മാമോദിസ നടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയായിട്ട് ഞങ്ങൾ പോണേണ്. അപ്പോൾ ഒരു പൊതി ചോറും ഒരു വെള്ളവും കുപ്പിയും മേടിച്ചിട്ട് ഞങ്ങൾ ഈ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കണ നേരത്ത് റൊസാരിയോടെ അവിടെ വെച്ച്, തോപ്പുംപടി റൊസാരിയോൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ ഒരു അമ്മച്ചീനെ കാണണേണ് റോഡ് സൈഡിലിരിക്കണത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് അവരെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആദ്യം എനിക്ക് തോന്നിയില്ല കൊടുക്കാനായിട്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് ഇവരുടെ മുമ്പിൽ കൂടി പോയപ്പോഴത്തേക്കും ഞാൻ കാണുന്നത് ഇവർ കൈ പൊക്കിയപ്പോഴത്തേക്കും വയറിൻ്റെ ഭാഗത്തായിട്ട് പൊള്ളിയ പോലെ ഇരിക്കണത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോണത് എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചപ്പോഴത്തേക്കും ഞാൻ റോട്ടിൽ നിൽക്കണ നേരത്തെ എനിക്ക് വണ്ടി ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പോഴത്തേക്കും ഞാൻ മാതാവേ എന്ത് ചെയ്യും, ഇത് ക്രോസ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് അവരുടെ അടുത്ത് അത് ഭക്ഷണപ്പൊതി കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ടായിരുന്നു. ഞാൻ കൃപാസന പേപ്പർ കൊടുത്ത് അവരുടെ വയറിൻ്റെ അവിടെ ബെൽറ്റ് ഇട്ട് വെച്ചേക്കണമായിരുന്നു. ഞാൻ അവിടെ വെച്ചിട്ട് പറഞ്ഞ് ഇത് വെച്ചോട്ടെ, എല്ലാ കാര്യവും മാറും, കുഴപ്പമില്ല, ശരിയാകും എല്ലാം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും അതുവരെ അത്ര തിരക്കിന് വന്ന വണ്ടികൾ എനിക്ക് വഴി മാറി തന്നെ, എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വഴി മാറി. ഇവിടെ നിന്ന് വരുന്ന വണ്ടികൾ ഇവിടെ നിൽക്കുന്നു, അവിടെ നിന്ന് വരുന്ന വണ്ടികൾ അവിടെ നിൽക്കുന്നു. ഇത്രയും ഭാഗത്തോളം എനിക്ക് വണ്ടികൾ മാറി തന്നെ എനിക്ക് ഒരാൾക്ക് മാറാൻ വേണ്ടി. ഞാൻ നേരെ നോക്കുന്നത് എൻ്റെ ഭർത്താവും കൊച്ചും ബൈക്കിൽ അപ്പുറത്തിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പേപ്പർ കൊടുക്കാൻ വേണ്ടി നിൽക്കണ നേരത്ത് ഭയങ്കര മഴയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ്, നമുക്ക് മഴയൊന്നും കൊള്ളൂല ചേട്ടാ നോക്കിക്കോ, ഈ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, എനിക്കൊരു അപേക്ഷയുള്ളൂ, വേറൊന്നുമല്ല, ഈ കൃപാസനത്തിലെ പേപ്പർ നനയാതെ എത്തേണ്ട കൈകളിൽ എത്തണം, അതുവരെ മഴ ഉണ്ടാവരുത്, അത് കഴിഞ്ഞ് മഴ വന്നാലും ഞാൻ മഴ കൊണ്ടോളാം, ഞാൻ നനഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ബോട്ട് ജെട്ടിയിൽ ഫോർട്ട് കൊച്ചി വൈപ്പിൻ ബോട്ട് ജെട്ടിയുടെ അവിടെ വന്ന് നിന്ന് ഞാൻ എല്ലാവർക്കും പേപ്പർ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു തമിഴായിട്ടുള്ള ഒരാൾക്കാരെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എനിക്കവർ തമിഴരാണെന്ന് എനിക്കറിയാൻ പാലായിരുന്നു. ഞാൻ പേപ്പർ കൊണ്ടുപോയിട്ട് നീട്ടി, ഇത് കൃപാസനത്തിലെ പേപ്പറാണ്, ഇങ്ങനൊരു പള്ളിയുണ്ട്, നല്ല അത്ഭുതമുള്ള പള്ളിയാണ്, ഞാനും എൻ്റെ കൊച്ചും അവിടുത്തെ സാക്ഷികളാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് തമിഴിലാണ് ഇങ്ങോട്ട് പറയുന്നത്. ഞങ്ങൾക്ക് മലയാളം അറിയാൻ പാലെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത പേപ്പർ അവരെൻ്റെ അടുത്തോട്ട് തിരിച്ച് നീട്ടിയിട്ട് എൻ്റെ കയ്യിലോട്ട് തന്ന്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം എനിക്ക് ഭാഷ അറിയാൻ പാടില്ലല്ലോ, ഞാൻ കൊടുത്ത പേപ്പർ അവർ എനിക്ക് തിരിച്ച് തന്നല്ല എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടമായി. പക്ഷേ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഞാൻ അവരോട് തമിഴ് പറയണേണ്. എൻ്റെ തമിഴ് കേട്ടിട്ട് അവർ എനിക്ക് തിരിച്ചു തന്ന പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിച്ചിട്ട് അവരവരുടെ നെഞ്ചോർ ചേർത്ത് വെക്കണതാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ കുറേ മുസ്ലിം ആയിട്ടുള്ള, അതായത് അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലോട്ട് ഞാൻ പേപ്പർ കൊണ്ടേ കൊടുക്കുമ്പോഴത്തേക്കും അവർ രണ്ട് കൈകളും നീട്ടി പേപ്പർ മേടിക്കുന്നതാണ് കാണുന്നത്. ഞങ്ങൾ ജങ്കാറിലോട്ട് പോകുന്ന സമയത്ത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിലോട്ട് പോണ സമയത്ത് വൈപ്പിൽ മഴയുണ്ട്, പക്ഷേ ഇവിടെ മഴയില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമായി. കാരണം എൻ്റെ കയ്യിലെ പേപ്പറുകളെല്ലാം തീർന്നു. ഞാൻ അങ്ങനെയുള്ള പറഞ്ഞേക്കുന്നത്, എൻ്റെ പേപ്പർ തീരുമ്പോഴത്തേക്കും മഴ വന്നോ ഞാനത് കൊണ്ടോളാം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞാൻ അപ്പുറത്തെ കരയിലോട്ട് എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു മഴ പോലും ഇല്ല. അതുപോലെ അവിടുന്ന് ഇവിടം വരെ ഞങ്ങൾക്ക് മഴ കൊള്ളേണ്ട യാതൊരുവിധ ഇതും വന്നില്ല, ഒരു നനയേണ്ടത് പോലും വന്നില്ല. അതുപോലെ ഭർത്താവിനാണെങ്കിൽ 7 മാസമായിട്ട് വർക്കില്ലാത്തത് കൊണ്ട് വല്ലാത്ത വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും പള്ളിയിൽ പോകാൻ വിളിച്ചാലും ഒന്നും വരൂലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച്, മാതാവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചതുപോലെ ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു. ഒരിടക്ക് പ്രാർത്ഥന ചെല്ലുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു. പക്ഷേ പകുതി വെച്ചിട്ട്
എൻ്റെ പ്രാർത്ഥനകളും പള്ളിപ്പോക്കും ഒക്കെ നിന്ന് എന്നെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്നത്, തിരിച്ച് വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്നത് എൻ്റെ മകനിലൂടെയാണ്. അതുപോലെ എൻ്റെ ഭർത്താവിനും വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ എന്നിലൂടെ തന്നെ കൊണ്ടുവന്നേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് ഇട്ടിട്ടാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ജൂൺ 1 തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കാനായിട്ട് പറ്റണേ, ഉയർന്ന സാലറിയോടുകൂടി തന്നെ പ്രവേശിക്കാൻ വേണ്ടി പറ്റണേ എന്നുള്ള രീതിയിലാണ് വെച്ചത്. 1-ാം തീയതി ആയിട്ടും 28-ാം തീയതി ആയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നൊരു ഡേറ്റ് ഓർമ്മ വന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ചേട്ടാ ഇങ്ങനെ 28-ാം തീയതി ആകുമ്പോഴത്തേക്കും നോക്കിക്കോ, എന്താണെങ്കിലും അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞ്. പക്ഷേ അന്ന് തന്നെ ഞാൻ പള്ളിയിലെ വികാരിയച്ഛനോടും ചെന്നിട്ട് പറഞ്ഞ്, അച്ഛാ 28-ാം തീയതി ഞങ്ങൾക്കൊരു പെട്ടെന്നൊരു അത്ഭുതം നടക്കും, അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് അത് ഞാൻ നടന്ന് കഴിയുമ്പോഴത്തേക്കും പറയാമെന്ന് പറഞ്ഞ്. അപ്പോൾ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞ് അത് നടന്നില്ലെങ്കിലാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നടക്കും, എന്താണെങ്കിലും നടക്കും, ഞാൻ അപ്പോഴേ അച്ഛനോട് വന്ന് പറയുള്ളൂ എന്ന് പറഞ്ഞു. 28-ാം തീയതി നടന്നില്ല, 29-ാം തീയതി നടന്നില്ല, 30-ാം തീയതി നടന്നില്ല, 31-ാം തീയതി നടന്നില്ല. ബാക്കി വീടിന് പുറത്തുള്ള ആൾക്കാർ എന്നോട് എന്ത് പറഞ്ഞിട്ടും എല്ലാ കാര്യവും പറയുമ്പോഴും അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ വീടിൻ്റെ അകത്ത് മാത്രം ഒന്നും നടക്കണില്ല. ആകെ വല്ലാത്തൊരു പിരിമുറുക്കം. ഭർത്താവിനാണെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ട ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ് എൻ്റെ കയ്യിലുള്ളത്. ദൈവമേ എന്ത് ചെയ്യും? എന്നാലും ഞാൻ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഞാൻ ഉടമ്പടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കറ്റ് എടുത്തിട്ട് ഞാൻ കൊണ്ടുപോകാനുള്ള ബാഗിൽ വരെ എടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് ജൂൺ 1-ാം തീയതി എന്തായാലും നടക്കും. പക്ഷേ എനിക്ക് ഈ ദിവസങ്ങളിലൊന്നും വികാരിയച്ഛനെ പള്ളിയിൽ കാണാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ മനസ്സുകൊണ്ട് അച്ഛനോട് ചെന്നിട്ട് പറയാം, അച്ഛാ എന്താണെങ്കിലും നടക്കും, ഞാൻ എന്താണെങ്കിലും വന്ന് അച്ഛനോട് പറയാമെന്ന് പറഞ്ഞ് നേർന്നു. പക്ഷേ അച്ഛൻ എനിക്കിതുവരെ ആ സമയങ്ങളിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. 1-ാം തീയതി ആയപ്പോഴത്തേക്കും, ജൂൺ 1-ാം തീയതി ആയപ്പോഴത്തേക്കും തമിഴ്നാട് കോയമ്പത്തൂരിലുള്ള ഒരു വലിയൊരു കമ്പനിയിൽ നിന്ന് അവിടുത്തെ ഡയറക്ടർ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞ്, ജോലി ശരിയായി, അപ്പോയിൻമെൻ്റ് ഓർഡർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോണേണ്, 12-ാം തീയതി തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് 3-ാം തീയതി ആയപ്പോഴത്തേക്കും അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്ന്. അതുവരെ ഞാൻ ഭർത്താവിനോട് കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി വിളിക്കുമ്പോഴത്തേക്കും എന്നോട് ഇങ്ങോട്ട് പറയണത്, നീ എന്നോട് ഇങ്ങോട്ട് വിളിക്കല്ലേ, കാരണം നീ ഓരോ പ്രാവശ്യം എന്നോട് വന്ന് വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് തന്നെ പാപമായിട്ട് മാറണേണ്. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഞാനിനി എന്താ ചെയ്യേണ്ടത്, വിളിക്കണ്ടേ എന്ന് പറഞ്ഞിരിക്കണ നേരത്ത് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നപ്പോൾ ആൾക്ക് ശരിക്കും വിശ്വാസമായി. ആൾ എന്നോട് ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, വാ നമുക്ക് തിരികത്തേക്ക് പ്രാർത്ഥന ചെല്ലാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലാം. അങ്ങനെ 1 തൊട്ട് 5 വരെയുള്ള രഹസ്യങ്ങൾ പാട്ടിൻ്റെ രൂപത്തിൽ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് നിന്ന് പ്രാർത്ഥന ചെല്ലണേണ് കാണുന്നത്. ഞായറാഴ്ച ദിവസം, അതായത് വിശുദ്ധ കുർബാനയുടെ ദിവസം ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോയി കുർബാന കൂടി അങ്ങനെ നിൽക്കണേണ്. അപ്പോൾ ഈ 3-ാം തീയതി ആയപ്പോഴത്തേക്കും എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ തിരി തീരാറായി. എൻ്റെ കയ്യിലുള്ളത് അന്നുള്ളത് 420 രൂപയാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ 1 മണി അരി പോലും ഇല്ല അന്നത്തേക്ക്. അപ്പോൾ എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ തിരി മേടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ കയ്യിലുണ്ടായിരുന്ന 420 രൂപയായിട്ട് ഞാൻ ഇങ്ങോട്ട് ബസ് കയറണേണ് ഒറ്റയ്ക്ക്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അറിയണത് ഞാൻ ഉടമ്പടിയുടെ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തിരിയും കിട്ടാനുള്ള. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാനിവിടെ വന്നിരിക്കണേണ്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല, ഞാൻ ഇനി എങ്ങനെ വരും, തിരിച്ച് ഞാൻ എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എന്താണെങ്കിലും അതെ, ഞാൻ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും, അതായത് 4-ാം തീയതി ആകുമ്പോൾ ഞാൻ എന്താണെങ്കിലും ഇവിടെ വരും, ആരോട് ചോദിച്ചിട്ടാണെങ്കിലും ഞാനിവിടെ വരും എന്നും പറഞ്ഞ് ഞാനിവിടെ നിന്ന് പോണേണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടണേന് അന്നത്തെ ദിവസമാണ്, ഇത് രാവിലെയാണ് ഇവിടെ വന്നത്. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് എത്തണേന് മുമ്പ് പൂങ്കാവെന്നും പറഞ്ഞ് എഴുതിയേക്കുന്ന ബോർഡിൻ്റെ മലയാളമാണ് എഴുതിയേക്കണത് പൂങ്കാവ്, അതിൻ്റെ താഴെ തമിഴെന്നും പറഞ്ഞ് എഴുതിയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ഇതെന്താ 2 ലാംഗ്വേജേ ഉള്ള, ഇംഗ്ലീഷില്ലേ. അപ്പോൾ എനിക്കൊരു അടയാളം കിട്ടി. അപ്പോൾ ഞാൻ ഓർത്ത് മാതാവേ ഈ ജോലി, അതായത് ഹസ്ബൻഡിൻ്റെ ജോലി കിട്ടണമെങ്കിൽ എനിക്ക് ഒരടയാളവും കൂടി കാണിച്ചു തന്നെ എന്നും പറഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കും പിന്നീട് ഞാൻ വരുമ്പോൾ ഒരു വലിയ ബോർഡിൽ തിരുവിഴാന്നും പറഞ്ഞ് ഇംഗ്ലീഷിൽ എഴുതിയേക്കണം. അപ്പോൾ എനിക്ക് പിന്നെയും മനസ്സിലായി തമിഴിൻ്റെ ഇതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു 3-ാമത്തെ അടയാളം കൂടി എനിക്ക് കാണിച്ചു തന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നില്ല. ഞാൻ ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് ബസ് കയറാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ഒരു കൂട്ടം
തമിഴ് ആൾക്കാർ എൻ്റെ മുമ്പിൽ വന്നിട്ട് ബസ് കയറാൻ വേണ്ടി നിൽക്കണേണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതായത് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി പോണേണെന്നുള്ളത്. അന്ന് വൈകുന്നേരം 8:30 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഭർത്താവിന് വരുന്നത്. അതും ഉയർന്ന സാലറിയിൽ ഭർത്താവിന് 12-ാം തീയതി ഭർത്താവ് ജോലിക്ക് കയറി തമിഴ്നാട് കോയമ്പത്തൂരിലുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയിൽ സീനിയർ ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അതിൻ്റെ കൂടെ തന്നെ 4-ാം തീയതി, അതായത് ഞാൻ 4-ാം തീയതി ഇങ്ങോട്ട് വരാമെന്നാണ് നേർന്നത്. 4-ാം തീയതി ഞാൻ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പള്ളിയിലെ കൊച്ചച്ചൻ വന്നിട്ട് എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞ്, അത് നമ്മുടെ കോൺവെൻറ്റ് സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട്, ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റാണ്. നിനക്ക് പറ്റുമെന്നാണെങ്കിൽ നീ ഒന്ന് ചെന്ന് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ചേർന്നാൽ മതി എന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായി. കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കണം, എൻ്റെ തടസ്സങ്ങളെല്ലാം മാറണം, ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് പെട്ടെന്നുണ്ടായി. ഞാൻ അവിടെ ചെന്ന് ഇപ്പം ഞാൻ അവിടെ ജോലിയിൽ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ കുടുംബം ശരിക്കും പറഞ്ഞാൽ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഒരു അത്രയും ഇതുകൊണ്ടിട്ടാണ്, ആ ഒരു പവിത്രത കൊണ്ടിട്ടാണ് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടത്. അതുമാത്രമല്ല, കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത് ഇവിടെ നിന്ന് കിട്ടിയ, അതായത് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് ഇവിടുത്തെ ബ്രദർ എല്ലാവർക്കും വചനങ്ങൾ പറഞ്ഞു കൊടുത്ത്, അതായത് യാത്രാ സുരക്ഷിതത്വം, പിന്നെ തടസ്സങ്ങൾ മാറാനായിട്ട്, രോഗശാന്തി കിട്ടാനായിട്ട്, അങ്ങനെ പലവിധ തരത്തിലുള്ള ഹെഡിങ്സ് വരുന്ന ഓരോ വചനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ അതെല്ലാം എൻ്റെ കൈകൊണ്ട് ബുക്കിൽ എഴുതി എല്ലാവർക്കും ഞാനത് പകർന്നു കൊടുത്ത് ദൈവവചനം പകർന്നു കൊടുത്ത് ഇപ്പോൾ മനസ്സിന് തന്നെ ഒരു ആശ്വാസമാണ്. എനിക്ക് പറയാനുള്ളത്, ഉടമ്പടി എടുക്കാതെ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉടമ്പടി എടുത്ത് നോക്കണം. ഇത് എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും ജീവിതത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്. ആ ഒരു ഇത് നിങ്ങളത് അതിലൂടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളും മാത്രമല്ല, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി പറ്റുന്നു. അതുവരെ എന്നെ നോക്കി പുച്ഛിച്ച് അല്ലെങ്കിൽ റോട്ടിൽ കൂടി പോകുമ്പോൾ എന്നെ നോക്കാത്ത ആൾക്കാർ പോലും ഇങ്ങോട്ട് വന്ന് എന്നോട് മിണ്ടണ്, എന്നോട് സംസാരിക്കണ്, സുഖമാണോ മോളെ എന്ന് ചോദിക്കണ്. ഉടമ്പടി എടുത്ത ആൾക്കാർ വരെ എന്നോട് വന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാർ എന്നോട് വന്നിട്ട് പറയണ്, നിൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നുമില്ലാതിരുന്നേച്ചാൽ, അതായത് ഒരു 0 ആയിട്ട് നിന്നേച്ച ആളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്കും അത്രയും കാര്യങ്ങൾ ലഭിച്ചത് കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ വിശുദ്ധിയിലും അതുപോലെ തന്നെ ഉടമ്പടിയും ആയതുകൊണ്ടിട്ടാണ്. പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന, അതായത് സെക്യൂരിറ്റി ചേട്ടന്മാർ തൊട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും പൂർണ്ണ ആയുസ്സും ആരോഗ്യം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ സാക്ഷ്യമായിട്ട് പറയുമ്പോൾ അതിൽ ഇങ്ങനെ ഹൃദയം നിറഞ്ഞ് പറയുമ്പം അതിൽ വ്യക്തമായിട്ട് അവസാനം ഒരു ചുരുക്കത്തിൽ പറയുകയും ചെയ്ത്, പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം ഒരു കുടുംബത്തെ മുഴുവൻ എങ്ങനെയാണ് വിശുദ്ധീകരിച്ചതെന്ന്, അത് ഒരാളുടെ ഉടമ്പടിയിലൂടെ ഒരു കുടുംബവും ഒരുപക്ഷെ ആ പ്രദേശവും ഉൾപ്പെടെ പരിചയപ്പെടുന്നതിനുൾപ്പെടെ വലിയൊരു അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മകൻ്റെ സൗഖ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയോഗമായിട്ടാണ് ഇവിടെ വന്നതെങ്കിലും ആ നിയോഗത്തിന് ശേഷവും മറ്റൊരുപാട് കാര്യങ്ങളിൽ പ്രകടമായിട്ട് ഒരനുഭവം ഉണ്ടായി എന്നുള്ളതും, ഒരുപക്ഷെ കൂടുതൽ സമയം പറഞ്ഞത് മാതാവ് എന്തോ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച മാനദണ്ഡങ്ങളും പ്രാർത്ഥിച്ചതും, അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സാക്ഷ്യങ്ങൾ മാത്രം നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനൊരു ഇമ്മീഡിയറ്റായിട്ട് ദൈവം ഒരു കൺസോളിങ് ആണെങ്കിൽ ഒരു അനുഭവം കിട്ടുന്നതായിട്ട് സാക്ഷ്യത്തെ പ്രാർത്ഥനയോടെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുപക്ഷെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും അപ്പുറം പ്രേക്ഷിത പ്രവർത്തനങ്ങളിലെ നന്മയും അല്ലെങ്കിൽ തിക്താനുഭവങ്ങളും ഒക്കെ പലരും പല സാക്ഷ്യത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇമ്മീഡിയറ്റായിട്ട് ഒരു കൺസോളിങ്ങും ഒരു ദൈവാനുഭവയുടെ ജീവിതത്തിൽ കിടക്കും. ഈ മകളുടെ സാക്ഷ്യത്തിൽ അത് പറയണത്, അത് പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പം ഒരു പറ്റാത്തൊരു ലാംഗ്വേജ് ആണെങ്കിൽ പോലും അതുപോലും പറഞ്ഞ് ആ പത്രം അവർക്ക് കൊടുത്തു എന്നുള്ളതും, പിന്നീട് പലപ്പോഴായിട്ട് പ്രാർത്ഥിക്കുമ്പം ഞാനവിടെ ചെല്ലുന്നത് വരെ ഈ മഴ പെയ്യരുത് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കുന്നൊരു കാര്യമാണ്. നമുക്കറിയാം വെളിപാടിൻ്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിലും പ്രവാചകന്മാർ മഴ പെയ്യരുതെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കുകയും അത് തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്യുന്നതും, അല്ലെങ്കിൽ തന്നെ സങ്കീർത്തനം 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് വാനവിധാനം അവിടുത്തെ മഹത്വത്തെ വിളംബരം. അപ്പം പ്രകൃതി
വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് അടയാളങ്ങൾ നൽകും എന്നുള്ളത് വലിയ സത്യമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നക്ഷത്രം തൂക്കുന്ന പോലും പ്രകൃതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം ജനിച്ചു എന്നുള്ള സാന്നിധ്യം പ്രകൃതി പ്രഘോഷിച്ചത് രീതിയാണ്. അപ്പം അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ മാത്രം നിങ്ങൾ കേൾക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. കാരണം സാക്ഷ്യങ്ങളിലൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ സാമ്യമായിട്ട് വരുന്നുണ്ട്. കാരണം ഒരു ഉടമ്പടിയാണ് എടുക്കുന്നതെങ്കിൽ വ്യത്യസ്ത അനുഭവങ്ങളാണെങ്കിലും ഒരാൾ തന്നെയാണല്ലോ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മാർക്കിടുന്നതും അനുഭവം നൽകുന്നതല്ല. അപ്പം അങ്ങനെ വ്യക്തമായിട്ട് അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ കുറവിൽ നിന്ന് ഒരു കുടുംബത്തിൽ മുഴുവൻ പ്രാർത്ഥന ഉണ്ടാകുന്നു, അനുഭവം ഉണ്ടാകുന്നു, ജോലി ലഭിക്കുന്നു. അപ്പം ഇങ്ങനൊരു റീസെറ്റിൽമെൻറ്റ് ഒരു കുടുംബത്തിൽ ഒരു 0 മെറിറ്റ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് നമ്മളാരും വിശ്വസിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ബോധ്യവും സ്ഥിരീകരണവും അടയാളങ്ങളിലൂടെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഇനിയും വലിയ ദൈവാനുഭവങ്ങൾ പറയുവാനായിട്ട് ഈ വ്യക്തിയെ ദൈവം ഇടവരുത്തട്ടെ എന്നും ഇപ്പോൾ വ്യക്തി നടക്കുന്ന സാഹചര്യത്തിലും ഈ മകൾ തന്നെ പറയുന്നുണ്ട്. പണ്ട് ഇപ്പോൾ ദൈവം നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ദൈവം മനസ്സിലാക്കി തരും എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല. പക്ഷേ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ പോലും നമ്മുടെയൊക്കെ പെരുമാറുന്ന രീതിയും നമുക്ക് വരുന്ന രീതികളും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് പറയുന്നത്, ഈ കമ്മ്യൂണിക്കേഷൻ ദൈവം നടത്തും. അത് വിശ്വാസത്തോടെ നിൽക്കുന്നവർക്ക് അത് ക്ലിയർ ആവുകയും ചെയ്യും, ബോധ്യപ്പെടുകയും ചെയ്യും. സാക്ഷ്യം പറയാനായിട്ട് അവർക്ക് വലിയ ബോധ്യം ലഭിക്കുക. പ്രത്യേകിച്ച് സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.